ഓക്കെ, ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് അതിൻ്റെ നോയ്സൊക്കെ കേൾക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ പറയുന്ന ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടായി. ആ സ്ട്രൈക്ക് വന്നപ്പോൾ ഇങ്ങനെ 7 ദിവസം അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലേറ്റ് ആയിട്ടുള്ള അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത്. ഒരു ഓട്ടോമേഷൻ്റെ ഒരു ആപ്പ് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ മോഡ് ആപ്ലിക്കേഷൻ പരിചയപ്പെട്ടതുകൊണ്ടാണ്. മോഡ് ആപ്ലിക്കേഷൻസ് ഒന്നും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ടായി. അതിൽ അങ്ങനത്തെ ലിങ്ക് ഒന്നും ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പാടില്ല, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിനകത്തുള്ള മോഡഡ് ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയും അങ്ങോട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ആക്കാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ അതിലേക്ക് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാനധികം പറഞ്ഞ ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയാൻ പോകുന്നത് ട്രൈപോഡിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളെ കുറിച്ചാണ്. 5 കിലോ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഷോർട്സ് എടുക്കാനും അതുപോലെ തന്നെ പല രീതിയിൽ ഷോർട്സ് എടുക്കാൻ കഴിയുന്ന കുറേ ട്രിക്സുകളും 5 കിലോ ട്രിക്സുകളെ കുറിച്ചാണ് ഈ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാനധികം പറഞ്ഞ ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് ബോസിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമുക്ക് ആരും ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ട്രിക്ക് നോക്കാം. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, നമ്മൾ സാധാരണ ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് പാനിങ് ഷോട്ട്സ് എടുക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടായാലും അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായാലും അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് താഴെ നിന്ന് മുകളിലോട്ടേക്ക് അങ്ങനെ ഷോട്ട്സ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷോട്ട് കിട്ടണമെന്നില്ല. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ നീക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലൈസ് ആയിട്ട് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, സ്മൂത്ത്നെസ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ട്രിക്കാണ്. ഇത് കുറച്ച് പേർക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ആ ഒരു സംഭവം അതിൻ്റെ മുകളിൽ നിങ്ങൾ ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എങ്ങോട്ടാണ് നീക്കേണ്ടത് അങ്ങോട്ടേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഷോട്ട്സ് ഒക്കെ എടുക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൈപോഡ് വെച്ചിട്ട് സ്ലൈഡിങ് ഷോട്ട്സ് എടുക്കാൻ കഴിയും. സാധാരണ ഇങ്ങനത്തെ സ്ലൈഡിങ് ഷോട്ട്സ് ഒക്കെ ട്രൈപോഡ് വെച്ചിട്ട് എങ്ങനെ എടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ സ്ലൈഡിങ് ഷോട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജിമ്പിൽ വേണ്ട വരും, അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ ഷേക്കിംഗ് വരും, ഓൾറെഡി ജിമ്പിൽ വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ സ്ലൈഡർ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ സ്ലൈഡറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നല്ല പൈസ ഒക്കെ വേണ്ടും. അങ്ങനെ അതൊന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ട്രൈപോഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു ക്ലോത്ത് എടുക്കുക. ഒരു ക്ലോത്ത് ട്രൈപോഡ് 3 ലെഗ്സും കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയൊരു ക്ലോത്ത് എടുക്കുക. ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഒരു സ്ഥലം, എവിടെയാണ് സ്ലൈഡ് ചെയ്യേണ്ട ആ ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഇൻഡോറിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് വെച്ചിന് നിങ്ങൾ ക്ലോത്തിൻ്റെ മുകളിൽ ഒരു ട്രൈപോഡ് വെക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ തന്നെ ക്ലോത്തിൻ്റെ മുകളിൽ ട്രൈപോഡ് വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ക്ലോത്ത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ട അവിടെ നിങ്ങൾ മൂവ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല സ്ലൈഡിങ് ഷോട്ട്സ് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് മൂന്നാമത്തെ ടിക്കിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ടിക്ക് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് ഡോളി ഷോട്ട് എടുക്കാൻ. ഡോളി എന്നാണെന്ന് അറിയില്ല, നിങ്ങൾ ദൂരെ നിന്ന് ഇങ്ങനെ അടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു ക്ലോസപ്പ് ഷോട്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ആ ഒരു ഷോട്ട്സ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോ കാണിച്ചത് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ട്രൈപോഡിൻ്റെ 2 ലെഗ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് ആക്കിയതിന് ശേഷം അതിൽ ഒരു ലെഗ്സ് മാത്രം നിങ്ങൾ അതിൻ്റെ ആ ഒരു സൈസ് കുറച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചിരുന്ന പോലെ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കേണ്ട ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ നേരെ കറക്റ്റ് ക്ലോസപ്പ് ആക്കി വെക്കുകയാണ്, താത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കാണിച്ചിരുന്ന പോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഷോട്ട്സ് എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്ത്, അതായത് അരിയത്തുനിന്ന് ദൂരോട്ടേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷോട്ട്സ് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നാലാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ സാധാരണ ഒരു ട്രൈപോഡ് ഉപയോഗിച്ച് ട്രൈപോഡ് എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് സ്റ്റേബിളായിട്ട് കിട്ടണമെന്നില്ല, നമ്മൾ ഷേക്ക് എന്തായാലും വരും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നിങ്ങൾ ഒരു മൂവിങ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു
ഒരു സംഭവം കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കലും കിട്ടാൻ ചാൻസ് ഇല്ല, കുറവാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് കുറച്ചും കൂടെ സ്മൂത്തായിട്ടും കുറച്ചും കൂടെ സ്റ്റെബിലൈസ് ആയിട്ട് നമുക്ക് നമ്മളൊരു സ്ഥലത്ത് നടന്നിട്ട് മുന്നോട്ടേക്ക് നീങ്ങിയിട്ട് ഇങ്ങനെ ഷോട്ട് എടുക്കുമ്പോൾ അങ്ങനത്തെ ഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സ്റ്റെബിലൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ട്രിക്കാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈപോഡ് എടുക്കുക. നിങ്ങൾ ട്രൈപോഡ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ട്രൈപോഡിൻ്റെ രണ്ട് ലെഗ്സ് നിങ്ങളുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മൂന്നാമത്തെ ലെഗ്സ് നിങ്ങളുടെ ആ ഒരു സ്റ്റൊമക്കിൻ്റെ ആ ഒരു വയറിൻ്റെ നടുവിലായിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ വയറിൻ്റെ നടുവിലായിട്ട് വെക്കുമ്പോൾ അത് പരമാവധി സൈസൊക്കെ കുറച്ച് നിങ്ങളെ ലെങ്ത്തിനനുസരിച്ച് സൈസൊക്കെ കുറച്ച് അങ്ങനെ ആക്കി വെക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങളങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നടന്നു പോയിട്ട് ആ ഒരു ഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്റ്റേബിളായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും സ്റ്റേബിളായിട്ട് കിട്ടണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആ ഒരു ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൊമക്കിൻ്റെ ആ ഒരു ലെഗ്സ് ആ ഒരു അങ്ങനെ സ്റ്റേബിളൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഷോൾഡറിന് മുകളിൽ വെച്ച ആ ഒരു ലെഗ്സുകൾ അത് സ്റ്റെബിലൈസ് അതിങ്ങനെ ഷെയ്ക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല വെയിറ്റ് കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ അവിടെ എന്തെങ്കിലും നല്ല ട്രൈപോഡ് വലിയ ട്രൈപോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇവിടെ വെയിറ്റൊക്കെ വന്ന് നിങ്ങൾക്ക് നല്ല സ്റ്റേബിളായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെയിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ നല്ല രീതിയിൽ പരമാവധി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് നിങ്ങൾ മെല്ലെ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ മെല്ലെ ആ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ടേക്കിൽ തന്നെ കിട്ടണമെന്നില്ല. 2-3 ടേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. ഞാനിപ്പോൾ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടൊക്കെ ചെറിയ രീതിയിൽ ഷെയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തന്നതാണ്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നുകൊണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റേബിളായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് 2-3 കൂടി ഒക്കെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ബാലൻസ് ആയിട്ട് കിട്ടുക. പിന്നെ നല്ല ട്രൈപോഡൊക്കെ ഉണ്ടാവും, നല്ല വെയിറ്റൊക്കെ ഉള്ള ട്രൈപോഡൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത 5ാമത്തെ അവസാനത്തെ ദിക്ക് നോക്കാം. അപ്പോൾ 5ാമത്തെ അവസാനത്തെ ദിക്ക് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് ഓവർ ഹെഡ് വീഡിയോ ചെയ്യാൻ കഴിയും. ഓവർ ഹെഡ് വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തലകുത്തനെ എടുക്കുന്ന വീഡിയോ ആണ്. അതായത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോസൊക്കെ കണ്ടെത്തിയും തലകുത്തനെയായിട്ട് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ്ങിൻ്റെ വീഡിയോസോ അങ്ങനത്തെ എന്ത് വീഡിയോ ചെയ്യുന്നതാണെങ്കിലും ഈ തലകുത്തനെ വെച്ചിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടി സാധാരണ അതിൻ്റെ എക്യുപ്മെൻറ്റ്സിനൊക്കെ നല്ല വില ഉണ്ടാവും. അതിൻ്റെ ട്രൈപോഡിനൊക്കെ വലിയ വില ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടേബിൾ എടുക്കുക. ആ ടേബിളിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിൾ എടുക്കുക. ടേബിൾ എടുത്തതിന് ശേഷം ടേബിളിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ ആ ഒരു 2 ലെഗ്സ് ടേബിളിൻ്റെ ആ ഒരു മുകളിൽ ലെഗ്സ് കുറച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരുന്ന പോലെ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ലെഗ് മാത്രം ആ ഒരു ലാർജായിട്ടുണ്ടാവും, ആ ഒരു നീണ്ടിട്ടുണ്ടാവുമോ അത് താഴെ ആ ഒരു എന്താ പറയുക എവിടെയെങ്കിലും സ്റ്റേബിളായിട്ട് വരുന്ന രീതിയിൽ ഇപ്പോൾ കസേരൻ്റെ ആ ഒരു ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു 2 ലെഗ്സ് നിങ്ങൾ കുറച്ച് ചെരിച്ച് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നേർക്ക് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ 2 ലെഗ്സും ആ ഒരു വീഡിയോനകത്ത് കാണും. ആ വീഡിയോനകത്ത് കാണുമ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. സോ കുറച്ച് ചെരിച്ച് കൊടുക്കുക, അതായത് ബാക്കോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെഗ്സ് അതിൽ വരുത്തുമില്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓവർ ഹെഡ് വീഡിയോ എടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ 2-3 ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 2-3 രീതിയിൽ ഓവർ ഹെഡ് വീഡിയോ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് അതങ്ങനെ ചെയ്യാമെന്ന്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ, അതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമുക്ക് ലൈറ്റ് ടാബിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ട്രൈപോഡിൻ്റെ 5 കിട്ടുന്ന ട്രിക്സുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് ട്രിക്ക് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.